മുണ്ടക്കൈ ചുരുളിമല പുനരധിവാസത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് LDFന്റെ പ്രതിഷേധം. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപകൽ സമരത്തിനാണ് ആഹ്വാനം. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ പ്രതിഷേധം ആരംഭിക്കുക? ഉന്മേഷ്, ഇന്ന് രാവിലെ 10 മണിയോടെ പ്രതിഷേധം ആരംഭിക്കും. ഈ സമരത്തിനായി വയനാട് ദുരന്തബാധിതർ അടക്കമുള്ള 165ഓരം പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സംഘടിപ്പിക്കും എന്നാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ തന്നെ പ്രതിഷേധക്കാർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധം? നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മുൻ MLA CK ശശീന്ദ്രനാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം? പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ രാപ്പകൽ സമരമാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളണ്ടിയേഴ്സ് എല്ലാം ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണിയോടുകൂടി സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളും വളണ്ടിയർമാരും കേരള ഹൗസ് പരിസരത്ത് എത്തിച്ചേരും. ഇവിടുന്ന് പ്രകടനമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ ക്രമസമാധാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസ് ആണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെവിടെ തടയുന്നോ അവിടെ റോട്ടിൽ കുത്തിയിരുന്ന് ഞങ്ങളുടെ പ്രതിഷേധം അതിശക്തമായിട്ട് ഞങ്ങൾ ഉയർത്തും. ഞങ്ങളുടെ ആവശ്യം കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ഇന്ത്യയിലെ മറ്റ് എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന പോലെയുള്ള സാമൂഹ്യനീതി മുണ്ടക്കൈ ദുരന്തത്തിൽ ഉൾപ്പെട്ട മനുഷ്യർക്കും കിട്ടണം. മനുഷ്യത്വമില്ലായ്മയാണ് കേന്ദ്ര ഗവൺമെൻറ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വഞ്ചനാപരമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ആലോചിക്കുന്നത്, ഡൽഹിയിൽ ആലോചിക്കുന്നത്. ഇതേ സമയത്ത് നാളെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മുണ്ടക്കൈ വിഷയം ഉൾപ്പെടെ ചേർത്ത് കേന്ദ്ര ഗവൺമെൻറ് അവഗണനയ്ക്കെതിരായിട്ട് CPMൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സമരവും ഈ അവഗണനയുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടുവരുന്നതാണ്. സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരന്മാരായിട്ട് അംഗീകരിച്ച് അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലപാടിൽ പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇത് മതേതരത്വത്തിന് വേണ്ടിയുള്ള സമരവും കൂടിയാണ്. മോദിയുടെ വർഗീയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നതാണ് ഞങ്ങളോടുള്ള വിരോധം. അതുകൊണ്ട് ഇത് രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. ഉന്മേഷ്, ഇത്തരത്തിൽ 7 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട 1000 കോടി രൂപ അടക്കമുള്ള മറ്റ് ആവശ്യങ്ങളും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടി തന്നെ കേരള ഹൗസിന് മുന്നിൽ സമ്മേളിച്ച് പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചായി നീങ്ങാനാണ് തീരുമാനം. LDFന്റെ പ്രതിഷേധമാണ്. LDFന്റെ വയനാട് ജില്ലാ കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.